വന്നല്ലോ മാറണം. എനിക്ക് എന്റെ ഫെറാറി വാങ്ങിക്കണം, അതാണ് എന്റെ പാഷൻ. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നു. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. അച്ഛൻ ഓൾറെഡി 5 വർഷം മുമ്പ് ബ്ലൈൻഡ് ആയി പോയി. അമ്മയ്ക്കും അച്ഛൻ, എന്റെ പേരൻസിന് അത്യാവശ്യം നല്ല പ്രായമുണ്ട്, 65+ ഉണ്ട് രണ്ടുപേരും. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോ അമ്മ എനിക്കൊരു കാർ എടുത്തു തന്നായിരുന്നു, ഹോണ്ട ബ്രയോ. അപ്പൊ അച്ഛന് ICU ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നുപോയി. അപ്പൊ ഞാൻ ഒറ്റ മോളാ. അപ്പൊ ആ സമയത്ത് എനിക്ക് ഈ സ്ട്രീം ഓടിക്കണം, എനിക്ക് അച്ഛനെയും നോക്കണം. ഈ ബൈക്ക് എടുക്കണമെന്നായിരുന്നു. അങ്ങനെ വീട്ടിലിങ്ങനെ ബൈക്ക് വേണം എന്ന് പറഞ്ഞ് അമ്മ എനിക്ക് തന്ന പണിയായിരുന്നു കാറ്. അച്ഛനിപ്പോ പാരലൈസ്ഡ് ആണ് ആക്ച്വലി. അച്ഛന് 5 വർഷം മുമ്പ് ബ്ലൈൻഡ് ആയി. അപ്പൊ റീസെന്റ് ഒരു ഇഷ്യൂ വന്നിട്ട് ICUലായിരുന്നു ഒരു 10 ദിവസം. പിന്നെ ഓക്കെ ആയി. ഇപ്പൊ അതുകൊണ്ടൊരു പാലിയേറ്റീവ് കെയറിലാണ് കറന്റ് ഉള്ളത്. കാറുമായിട്ട് ഇപ്പോഴും ഉണ്ട്. കൊടുക്കൂല, അതെപ്പോഴും കാണും എന്റെ കൂടെ. അതേതായാലും നന്നായി. ഞാനും അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ അമ്മയ്ക്ക് 65+ ഏജ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വയ്യാത്ത ആളാകുമ്പോൾ ഡയപ്പർ മാറ്റണം, അങ്ങനെ കുറെ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ, എണീപ്പിക്കാൻ, അത് ഞാനും അമ്മയും തന്നെ ഞങ്ങൾക്ക് പറ്റത്തില്ല. പിന്നെ വേറെ ആണുങ്ങളാരും ഞങ്ങൾക്കില്ല. അപ്പം ഒരു ആണിനെ ഞങ്ങളുടെ ഒപ്പം നിർത്തുക എന്ന് പറയുന്നത് റിസ്കിയാണ്. പിന്നെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അമ്മയ്ക്ക് പെൻഷൻ ലിറ്ററൽ എമൗണ്ടേ വരത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് പേ ചെയ്ത് ഒരു ആണിനെ വീട്ടിൽ നിർത്തുക എന്ന് പറയുന്ന റിസ്ക് ആയതുകൊണ്ട് നമ്മളൊരു ചർച്ചിന്റെ കീഴിലുള്ളൊരു പാലിയേറ്റീവ് കെയറിലാണ് അച്ഛൻ ഇപ്പോൾ ഒരു 3 മാസമായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ സ്ട്രീം ഓടിക്കണം, എനിക്ക് അച്ഛനെയും നോക്കണം. ഒരു ചർച്ചിന്റെ കീഴിലുള്ളൊരു പാലിയേറ്റീവ് കെയറിലാണ് അച്ഛൻ ഇപ്പോൾ ഒരു 3 മാസമായിട്ടുള്ളത്. മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? അതാണ് എന്റെ മോട്ടിവേഷൻ. ഫെറാറിയാണ് എന്റെ മോട്ടിവേഷൻ. ഞാൻ ചെയ്ത ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്ന ഒന്നുമില്ല. നമ്മളെല്ലാരും ഹാപ്പി ആയിട്ട് വെക്കുക, എനിക്കത് മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ നെഗറ്റിവിറ്റി പറയാറില്ല ആരെയും. ഞാൻ ഇന്നവരെ എന്റെ കോണ്ടന്റിൽ ആരെയും ഞാൻ വിഷമിപ്പിക്കുന്ന ഒരു കോണ്ടന്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ തിരുവല്ലയിൽ ഒരു ദിവസം വരുവാണെങ്കിൽ ഞങ്ങൾ തിരുവല്ലയിൽ നിങ്ങൾ ഇതാണ് കഴിക്കേണ്ടത്. എന്റെ പൊന്നളി, അവിടെ അങ്ങ് ഒരു കിഴക്കേമില്ല, അങ്ങോട്ടൊന്നും വരരുത്. ഒരു പട്ടിക്കട തിന്നാനെങ്കിൽ ഒരു നല്ല കട പോലും ഇല്ല. ഞാൻ ചെയ്ത ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്ന ഒന്നുമില്ല. നമ്മളെല്ലാരും ഹാപ്പി ആയിട്ട് വെക്കുക, എനിക്കത് മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ നെഗറ്റിവിറ്റി പറയാറില്ല ആരെയും. ഞാൻ ഇന്നവരെ എന്റെ കോണ്ടന്റിൽ ആരെയും ഞാൻ വിഷമിപ്പിക്കുന്ന ഒരു കോണ്ടന്റും ചെയ്തിട്ടില്ല. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിക്കും ഞാൻ പോകുന്നു. ബൈ.